പ്രഭാകരൻ അത് പറഞ്ഞതും സരോജിനിയുടെ ഹൃദയമിടിപ്പ് കൂടാൻ തുടങ്ങി. ഇഷ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞ സമയം അവിടെ CCTV ഉള്ള കാര്യം അവർക്ക് ഓർമ്മയേ ഉണ്ടായിരുന്നില്ല. അതിന്റെ ആവശ്യമൊക്കെ ഉണ്ടോ? ഇത് ഇവരുടെ അടുത്തുനിന്ന് അറിയാതെ സംഭവിച്ചതാ. അതിനിപ്പോ CCTV ഒക്കെ നോക്കുന്ന എന്തിനാ? സരോജിനി പരങ്ങളോട് പറഞ്ഞു. വേണ്ട മേഡം, CCTV നോക്കിക്കോളൂ. അതെങ്ങനെ അവിടെ എണ്ണ വന്നു എന്നുള്ളത് അറിയണമല്ലോ. അത് ഞങ്ങൾ ചെയ്തതല്ല എന്ന് ഞങ്ങൾക്ക് തെളിയിക്കണം. ലളിത കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു. നിർത്തടി, എങ്ങോട്ടാ നീ പറഞ്ഞു കയറി പോകുന്നേ? അങ്ങനെയല്ല മേഡം, ഞങ്ങൾ കാരണമല്ല ചാരുമോൾക്ക് കുഞ്ഞിന് നഷ്ടമായതെന്ന് ഞങ്ങൾക്ക് സമ്മതിക്കാൻ വേണ്ടിയെങ്കിലും. ലളിതയുടെ വാക്കുകൾ പാതി വഴിയിൽ മുറിഞ്ഞു. മതി, ഇതിനെക്കുറിച്ചുള്ള സംസാരം നിർത്താൻ പറഞ്ഞില്ലേ ഞാൻ? ദേവ്, എന്തിനാ ഇനി നോക്കി നിന്ന് സമയം കളയുന്നേ? ആ മുറിയിൽ ക്യാമറ കണക്ഷൻ കൊടുത്തിട്ടുള്ള ലാപ്ടോപ്പ് ഉണ്ട്, അത് പോയി എടുത്തിട്ട് വാ. ദേവ് പോയി അത് എടുത്തുകൊണ്ട് വന്നു. ഹാളിലെ ടാബ്ലിൽ വെച്ച് അത് ഓണാക്കി. സരോജിനി ചെയ്ത കാര്യങ്ങളെല്ലാം അതിൽ വ്യക്തമായി പതിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് എല്ലാവരുടെയും മുഖത്തിൽ ഞെട്ടലുണ്ടായി. സരോജിനി എന്തെങ്കിലും പറയുന്ന മുന്നേ പ്രഭാകരന്റെ കൈ അവരുടെ കവിളിൽ പതിഞ്ഞിരുന്നു. ആ പാവം പെണ്ണിനോട് ഇങ്ങനെ ചെയ്യാൻ എനിക്ക് എങ്ങനെ കഴിഞ്ഞിട്ട് നശിച്ചോളെ? അയ്യോ, എന്നൊന്നും ചെയ്യല്ലേ, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയതാ, എന്നോട് ക്ഷമിക്കണം. സരോജിനി പ്രഭാകരന്റെ കാലിൽ വീണു. മാറി നിക്കടി. അയാൾ കാലുകൊണ്ട് അവളെ തട്ടിമാറ്റി. പ്രഭാകരന്റെ ആ പ്രവൃത്തിയിൽ അവിടെ നിന്നവർക്ക് ആർക്കും സരോജിനിയോട് ഒരു സഹതാപവും തോന്നിയില്ല. ചാരു അനുഭവിച്ച വേദനയേക്കാൾ വലുതല്ല അതൊന്നുമെന്നത് അവർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അമ്മേ, നിങ്ങളാണോ ഞങ്ങളുടെ കുഞ്ഞിനെ കൊന്നത്? ദേവ് വിറയ്ക്കുന്ന ശബ്ദത്തോടെ അവർക്ക് നേരെ ചെന്നു. മോനെ, നീ എന്നോട് ക്ഷമിക്കടാ, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയതാ. സരോജിനി കരഞ്ഞുകൊണ്ട് അവന് മുന്നിൽ കൈകൂപ്പി. പ്രഭാകരന്റെ കൈകൾ വീണ്ടും അവരുടെ ദേഹത്ത് പ്രഹാരം ഏൽപ്പിച്ചുകൊണ്ടേയിരുന്നു. മോനെ, അച്ഛനോട് എന്നെ ഉപദ്രവിക്കലെന്ന് പറയടാ. അവർ നിശ്ചലനായി നിൽക്കുന്ന ദേവിന്റെ അടുത്തേക്കോടി. എന്റെ അമ്മയാണ് നിങ്ങളെന്ന് പറയാൻ പോലും എനിക്ക് പറപ്പ് തോന്നുകയാ. എനിക്കറിയണം എന്തിനു വേണ്ടിയാ നിങ്ങൾ ഈ ക്രൂരത ചെയ്തത് എന്ന്. മോനെ, അത് എനിക്കൊരു തെറ്റ് പറ്റിപ്പോയതാ. മനഃപൂർവ്വം ചെയ്യുന്നതല്ലാതെ ഒരു തെറ്റും ഒരു മനുഷ്യന് വെറുതെ സംഭവിക്കില്ല. നിങ്ങൾക്ക് അവളെ ഇഷ്ടമല്ല എന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷേ അത് അവളുടെ വയറ്റിൽ വളരുന്ന ഈ മാളിയേക്കൽ തറവാടിന്റെ അനന്തരാവകാശം നശിപ്പിക്കുന്ന തരത്തിൽ വളർന്നിരുന്നോ? മൂർച്ചയുള്ള അമ്പുകളെ പോലെയുള്ള ദേവിന്റെ ചോദ്യത്തിന് സരോജിനി നിശബ്ദയായി തല താഴ്ത്തി നിന്നു. ഇവളോടൊന്നും ഇങ്ങനെ ചോദിച്ചാൽ സത്യം പറയില്ല. എന്തായാലും ഇതൊരു ക്രിമിനൽ കേസല്ലേ, ഞാൻ പോലീസിനെ വിളിക്കാം, അവർ സത്യം പറയിപ്പിച്ചോളും. എന്റെ ഈശ്വര, നിങ്ങളിത് എന്തൊക്കെയായി പറയുന്നേ? സരോജിനി രണ്ടു കൈയും തലയിൽ വെച്ചോ. അമ്മ പിന്നെ എന്താ വിചാരിച്ചത്? സെക്ഷൻ 117, ഒരു ഗർഭസ്ഥ ശിശുവിനെ നശിപ്പിച്ച് ഗർഭിണിയെ പരിക്കേൽപ്പിച്ചാലേ 3 വർഷം ജയിലിൽ പോയി കിടക്കേണ്ടി വരും. അയ്യോ, ആ പണ്ടാർപ്പെണ്ണ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞപ്പോ ഞാൻ ഇതൊന്നും ഓർത്തില്ല മോളെ. അച്ഛനോട് പോലീസിനെ വിളിക്കലേ എന്ന് പറയും മോളെ. സരോജിനി കരഞ്ഞുകൊണ്ട് ആരതിയുടെ കൈ പിടിച്ചു. വിടെന്നെ, നിങ്ങൾ ഏത് പെണ്ണ് പറഞ്ഞിട്ടാ ഈ ക്രൂരത ചെയ്തത്? അത് പിന്നെ നിന്ന് വിൽക്കാതെ വാത്രൊന്ന് പറയടി. പ്രഭാകരന്റെ അലർച്ച ആ വീടിനെ പ്രകമ്പനം കൊള്ളിച്ചു. ഇഷ പറഞ്ഞിട്ടാ, അവള് പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. സരോജിനി വിറയലോടെ പറഞ്ഞു. ആര്? നിങ്ങളാ പേര് ഒന്നുകൂടെ പറഞ്ഞേ. കേട്ടത് വിശ്വസിക്കാനാവാതെ ദേവ് അവരുടെ അടുത്തേക്ക് വന്നു. അത് പിന്നെ മോനെ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിക്കണമെങ്കിൽ ആ കുഞ്ഞിനെ ഇല്ലാതാക്കുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്ന് അവൾ കരഞ്ഞു പറഞ്ഞപ്പോ ഞാൻ അപ്പം മറ്റൊന്നും ഓർത്തില്ല. നിന്നെ അത്ര ഇഷ്ടമായതുകൊണ്ടല്ലേ അവൾ നിന്നെ എന്ത് റിസ്ക് എടുത്തും സ്വന്തമാക്കാൻ നോക്കുന്നേ? സ്നേഹം, അവൾക്ക് സ്നേഹം എന്നോടല്ല, എന്റെ പണത്തിനോടാ. അത് നേരിട്ട് കണ്ടും കേട്ടും ബോധ്യമായതുകൊണ്ടാ എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ അവളെ ഒഴിവാക്കിയത്. അയ്യോ, എനിക്കതൊന്നും അറിയാറുന്നില്ല മോനെ, നീ അമ്മയോട് ക്ഷമിക്കടാ. സരോജിനി ദേവിന്റെ കാലുകളിൽ വീണു. എന്റെ കാലല്ല നിങ്ങൾ പിടിക്കേണ്ടത്. കുറെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമായി സ്വന്തം കുഞ്ഞിന്റെ മുഖം കാണാൻ കൊതിച്ച് അതിന് നഷ്ടമായി മനസ്സ് മരിച്ചൊരമ്മയുണ്ട്, അവിടെ ഇരുട്ടുമുറിയിൽ കിടക്കുന്നു. അവളുടെ കാലുകൾ പിടിച്ചുപോയി മാപ്പ് ചോദിക്കുക. ഇനിയും അവിടെ നിന്ന അവന്റെ വികാരത്തെ നിയന്ത്രിക്കാൻ അവന് കഴിയില്ല എന്ന് ബോധ്യമായതുകൊണ്ട് അത്രയും പറഞ്ഞ ദേവ് അവിടെ നിന്നും പുറത്തേക്ക് പോയി. ചാരു, നീ ഒന്ന് എഴുന്നേറ്റേ, എന്നായി ജ്യൂസ് കുടിക്കുക. സമയം ഇരുട്ടിയിട്ടും എഴുന്നേൽക്കാതെ തളർന്നു കിടക്കുന്നവളെ വെറുതെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. എനിക്കൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? മരുന്നൊക്കെ കഴിക്കാനുള്ളതല്ലേ, നീ എഴുന്നേറ്റ് ഇത് കുടിച്ചേ. ഞാനിതൊക്കെ കുടിച്ചിട്ട്
എന്റെ വയറിൽ നിന്നും അതിന്റെ ബാക്കി കുടിക്കാൻ അവിടെ എന്റെ കുഞ്ഞില്ലല്ലോ വരദ. പിന്നെ ഞാൻ എന്തിനു വേണ്ടിയാ ഇതൊക്കെ കുടിക്കുന്നേ? ചാരുവിന്റെ സംസാരം വരദയുടെ കണ്ണുകൾ നിറച്ചു. നീ ഒന്നും മിണ്ടാതിരുന്നത് കുടിച്ചേ. അവളെ എഴുന്നേൽപ്പിച്ച് കട്ടിലിനോട് ചാരിയിരുത്തി ജ്യൂസ് ഗ്ലാസ് വരദ അവളുടെ ചുണ്ടിലേക്ക് ചേർത്ത് വെച്ചു കൊടുത്തു. അപ്പോഴാണ് വരദയുടെ ഫോൺ റിംഗ് ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞ അമ്മ അതവിടേക്ക് കൊണ്ടുവന്നത്. ആരമ്മേ? അറിയില്ല, നമ്പറാ, എടുത്തു നോക്ക്. അവളത് അമ്മയുടെ കയ്യിൽ നിന്നും വാങ്ങി അറ്റൻഡ് ചെയ്തു. ഹലോ. അപ്പുറത്ത് നിന്നുള്ള ശബ്ദം കേട്ടപ്പോൾ തന്നെ ദേവാണെന്ന് അവൾക്ക് മനസ്സിലായി. അവന്റെ ശബ്ദം കേട്ട് ചാരു ഇനിയും വയലന്റ് ആവണ്ട എന്ന് കരുതി അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് റൂമിന് പുറത്തേക്ക് പോയി. ഹലോ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഇടയ്ക്കിടെ വിളിക്കുന്നേ? പ്ലീസ്, എന്റെ അവസ്ഥ ഒന്നും മനസ്സിലാക്കണം. എനിക്ക് അവളില്ലാതെ ഇവിടെ ശ്വാസം മുട്ടുന്ന പോലെ തോന്നുകയാ. അവളുടെ കയ്യിൽ ഒന്ന് ഫോൺ കൊടുക്കോ. എനിക്ക് എന്റെ ചാരുവിന്റെ ശബ്ദം ഒരു വട്ടം ഒന്ന് കേട്ടാൽ മാത്രം മതി. പറ്റില്ല. ഞാൻ എങ്ങനെയെങ്കിലും അവളെ ഒന്ന് നോർമൽ ആക്കാൻ നോക്കിയാ. അതിനിടയ്ക്ക് ഇനി നിങ്ങളുടെ ശബ്ദം കേട്ട അവളുടെ മാനസിക നില വീണ്ടും തെറ്റും. അപ്പോ ഞാൻ ഇനിയും എത്ര ദിവസം ഇങ്ങനെ ചത്ത് ജീവിക്കണം? അതൊന്നും എനിക്കറിയില്ല. എനിക്ക് അവളുടെ ആരോഗ്യമാണ് പ്രധാനം. ഞാൻ അവൾക്ക് ഫുഡ് കൊടുക്കുകയാണ്. നിങ്ങളൊന്ന് വെച്ച് പോയിക്കേ. വരദ അവന്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ ഫോൺ കട്ടാക്കി. ഇനി ഒരിക്കലും ഞാൻ അവളെ നിനക്ക് വിട്ടുതരാൻ പോകുന്നില്ലട ചെറ്റെ, അവൾ സ്വയം പറഞ്ഞു. ദേവ ആ സമയം അവന്റെ ഗസ്റ്റ് ഹൗസിലായിരുന്നു. അവൻ ഷെൽഫിൽ നിന്നും ഒരു മദ്യത്തിന്റെ ബോട്ടിലെടുത്ത് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചു. അത് തുറക്കാനൊരുങ്ങിയെങ്കിലും പിന്നെ അവൻ ആ കൈ പിൻവലിച്ചു. വേണ്ട, എന്റെ ചാരുവിന് ഇഷ്ടമില്ലാത്ത ഒന്നും ഞാൻ ഇനി ചെയ്യില്ല. ഇനി ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ നിമിഷവും അവൾക്ക് വേണ്ടിയുള്ളതാ. ചാരു ഇല്ലാത്ത അവന്റെ മുറിയിലേക്ക് തിരികെ പോകാൻ അവന് തോന്നിയില്ല. അതുകൊണ്ട് ആ രാത്രി ഗസ്റ്റ് ഹൗസിൽ തന്നെ കിടക്കാൻ തീരുമാനിച്ചു. രാത്രി ഏറെ വൈകിട്ടും അവനെ കാണാതിരുന്നത് കൊണ്ട് മാളേക്കൽ തറവാട്ടിലെ പലരുടെയും ഫോണിൽ നിന്നും അവന്റെ ഫോണിലേക്ക് കോൾ വന്നു. പക്ഷേ അവനൊന്നിനും മറുപടി നൽകാതെ ഫോൺ സൈലന്റാക്കി വെച്ച് കണ്ണുകൾ അടച്ചു കിടന്നു. വരദേ, മോളെ വരദേ, കതക് തുറന്നേ. ശാരദ കതക് മുട്ടി വിളിച്ചതും വരദ ഉറക്ക് ചടവോടെ എഴുന്നേറ്റ് വന്ന് കതക് തുറന്നു. എന്താ അമ്മേ, എന്തിനാ കാലത്ത് തന്നെ ഇങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തുന്നേ? ചാരുമോൾ എഴുന്നേറ്റോ? അവളെ കാണാൻ അവളുടെ അച്ഛനും അമ്മയും പുറത്തു വന്ന് നിൽപ്പുണ്ട്. അച്ഛനും അമ്മയോ? അവൾക്ക് അങ്ങനെ രണ്ടാൾക്കാരില്ല. ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നതല്ലേ കാര്യങ്ങളൊക്കെ. ആ മോളെ, ഞാൻ അവരോട് പറഞ്ഞതാ നിങ്ങൾക്ക് അവളെ കാണാൻ പറ്റില്ല എന്ന്. പക്ഷേ കണ്ടിട്ടേ പോവുകയുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ച് ഉമ്മറത്ത് നിൽപ്പുണ്ട്. നമ്മൾ പിന്നെ ഒരു കുടുംബം പോലെ കഴിഞ്ഞിരുന്നതല്ലേ, അപ്പോ ആട്ടിയിറക്കി വിടാൻ തോന്നിയില്ല. അമ്മക്ക് തോന്നേണ്ട, എനിക്ക് തോന്നും. എന്റെ ചാരുവിനെ അവസ്ഥയിലാക്കാൻ അടിത്തറ ഇട്ടിട്ട് കൊടുത്തിട്ട് രണ്ട് മൃഗങ്ങളാണത്. എന്നിട്ട് അവരെന്തുണ്ടാക്കാനാ ഇപ്പൊ അവളെ കാണാൻ വന്നിരിക്കുന്നേ? വരദ ദേഷ്യത്തോടെ പാറി നിന്നിരുന്ന മുടി പിന്നിലേക്ക് കെട്ടി പുറത്തേക്ക് പോയി. ഇപ്പൊ ഇറങ്ങിക്കോണം എന്റെ വീട്ടിൽ നിന്ന്. നിങ്ങൾക്ക് കാണാൻ ഇവിടെ ആരുമില്ല. അങ്ങനെ പറയില്ല മോളെ. ഞങ്ങൾക്ക് അവളെ ഒന്ന് കണ്ടാ മതി. എന്റെ കുഞ്ഞ് ഇത്രയും വേദനകൾ സഹിച്ചിരിക്കുകയല്ലേ. കൃഷ്ണന്റെ വാക്കുകൾ ഇടറി രാത്രികയുടെ മുഖത്ത് അപ്പോഴും അഹങ്കാരം നിറഞ്ഞു നിന്നിരുന്നു. നിങ്ങളെ രണ്ടുപേരെയും കണ്ട അവളുടെ ആ വേദന കൂടുകയല്ലാതെ കുറയാനൊന്നും പോണില്ല. അതുകൊണ്ട് നിങ്ങളിപ്പോ പോവാൻ നോക്ക്. ഞാൻ പ്രസവിച്ചു വളർത്തിയ മകളെ കാണണ്ടെന്ന് പറയാൻ നീ ആരാടി? ഓ, എന്നിട്ട് അവളെ പ്രസവിച്ചു വളർത്തിയ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നില്ലല്ലോ. അവൾ ഇപ്പോൾ ഉള്ളത് എന്റെ വീട്ടിലാ. അപ്പോ അവൾ ആരൊക്കെ കാണണ്ട എന്ന് ഞാൻ തീരുമാനിക്കും. പുറത്തു നിന്നുള്ള ബഹളം കേട്ട് ചാരു എഴുന്നേറ്റിരുന്നു. അവിടെ നിന്നുള്ള ഓരോ ശബ്ദവും അവളുടെ കാതുകളെ ആലോചനപ്പെടുത്തി. ഒന്ന് നിർത്തുന്നുണ്ടോ? എന്താ എന്താ നിങ്ങൾക്ക് വേണ്ടത്? അവൾ ഉമ്മറത്തേക്ക് വന്നു. മോളെ, നിനക്ക് എങ്ങനെയുണ്ടിപ്പോ? കൃഷ്ണൻ ഓടി വന്ന് അവളുടെ അടുത്തേക്ക് ചെന്നു. ചത്തിട്ടില്ല, ജീവനോടെ ഉണ്ട് ഞാൻ. ഇനി ചാവുവാണെങ്കിലും എന്റെ ശവം കാണാൻ പോലും നിങ്ങൾ വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. സ്വന്തം അച്ഛന്റെ മുഖത്ത് നോക്കി എന്തൊക്കെ തോന്നിയാസാടി നീ വിളിച്ചു പറയുന്നേ? രാധിക കലിതുള്ളി. എന്റെ അച്ഛനും അമ്മയൊക്കെ 1.5 കൊല്ലം മുന്നേ മരിച്ചുപോയി. എനിക്കിപ്പോ ആരുമില്ല, ആരും വേണ്ടതാനും. പൊയ്ക്കോ ഇവിടുന്ന്. അവളുടെ മുന്നിൽ നിന്ന് പൊട്ടി കരയുകയല്ലാതെ കൃഷ്ണൻ അവളോട് മറ്റൊന്നും പറയാൻ കഴിഞ്ഞില്ല. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. ചാരു അടച്ചിട്ട മുറിയിൽ ഇരുട്ടിൽ ഒറ്റയ്ക്കിരുന്നു. വരദ പല വഴികളിലൂടെയും അവളെ ഓക്കെ ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ദേവ് പല വഴികളിലൂടെയും അവളെ കാണുവാനും അവളോട് സംസാരിക്കുവാനും ശ്രമിച്ചെങ്കിലും അതെല്ലാം വരദ മുടക്കിക്കൊണ്ടേയിരുന്നു. അങ്ങനെയിരിക്കെയാണ് ഒരു ദിവസം ചാരുവിനെ കാണാനായി ആ അതിഥി വന്നത്. ഇരുളാർന്ന് അടച്ചിട്ട മുറിയിലേക്ക് നേർത്ത വെളിച്ചവുമായി വന്ന അവനെ കണ്ടതും കുറേയേറെ നാളുകൾക്ക് ശേഷം ചാരുവിന്റെ മുഖത്ത് മങ്ങിയ ചിരി തെളിഞ്ഞു. തുടരും.